ഞാൻ 2-3 തവണ ഗോവിന്ദ മാഷുമായി ബന്ധപ്പെട്ടു. ഞാൻ ഗോവിന്ദ മാഷോട് ചോദിച്ചൊരു ചോദ്യം, എന്നെ പാർട്ടിക്ക് വേണ്ടേ എന്നത് മാത്രമാണ്. കുടുംബത്തിന് 18 ലക്ഷം രൂപ. അത് അതിന് പുറമെ വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട്. അതെ, അമ്മയുടെ പേരിൽ, 2 കുട്ടികളുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ, ഈ 4 പേരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നൽകിയത് 18 ലക്ഷം രൂപ. ഈ വകമാറ്റി ചെലവിട്ടതും അല്ലെങ്കിൽ അടിച്ചുമാറ്റിയതുമായിട്ടുള്ള തുക വ്യക്തിഗതമായിട്ടാണോ പോയത്, അല്ല എന്തെങ്കിലും കൂട്ടായിട്ടുള്ള ആരെങ്കിലും ആണോ എടുത്തിരിക്കുന്നത്? ഒരാൾ എന്നുള്ള കണക്കുകൂട്ടൽ എനിക്കില്ല. അതിൽ ചിലരെല്ലാം അല്ല അതിൽ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിനും പങ്കുണ്ട്. TI മധുസൂദൻ്റെ കാലത്താണ് ഈ ഫണ്ട് പിരിക്കുന്നത്. 2016 ഞാൻ പറഞ്ഞല്ലോ, 2016 ജനുവരിയിലാണ് ഈ ഫണ്ട് പിരിവ് നടക്കുന്നത്. 2016 തന്നെയാണ്, 17 തന്നെയാണ് ഇത് കൊടുക്കുന്നത്. 2017 ഡിസംബർ മാസത്തിലാണ് TI മധുസൂദൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അതുവരെ എല്ലാം കൈകാര്യം ചെയ്ത് TI മധുസൂദനാണ്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറിക്കാണ്. പിന്നീട് KP മധു ഏരിയ സെക്രട്ടറിയായി വന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ KP മധുവിനും ഉത്തരവാദിത്വമുണ്ട്. ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഇത് പരാതി പല ഘട്ടങ്ങളിലും പല നേതാക്കന്മാരായിട്ട് ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഏതൊക്കെ നേതാക്കന്മാരെടുത്ത് എന്തായിരുന്നു അതിൻ്റെ പ്രതികരണം? അല്ല, ഞാൻ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആണല്ലോ, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആൾ. സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ സംബന്ധിച്ചും കൃത്യമായി വാക്കാൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ രേഖാമൂലം ഇതെല്ലാം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു. കോടിയേരിയുടെ അദ്ദേഹം ഇവിടെ വന്ന് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത്, അദ്ദേഹത്തിന് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ജില്ലാ കമ്മിറ്റി ആണല്ലോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത്, ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും. അപ്പം അതിനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. MV ഗോവിന്ദനുമായി ഈ ഫണ്ട് വിഷയം സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തീരുമാനം എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അത് കോടിയേരി സെക്രട്ടറിയായി ഉള്ളപ്പോൾ തന്നെയാണ്. പിന്നീട് കോടിയേരി പോയി ഗോവിന്ദ മാഷ് സെക്രട്ടറിയായി വന്നതിന് ശേഷം ഞാൻ 2-3 തവണ ഗോവിന്ദ മാഷുമായി ബന്ധപ്പെട്ടു. ഞാൻ ഗോവിന്ദ മാഷോട് ചോദിച്ചൊരു ചോദ്യം, എന്നെ പാർട്ടിക്ക് വേണ്ടേ എന്നത് മാത്രമാണ്. എന്താ അങ്ങനെ ചോദിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പാർട്ടി ഏകപക്ഷീയമായി എന്നെ മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതേ തുടർന്ന് ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് എന്നെ വേണ്ട എന്നുള്ള നിലപാടാണ് കണ്ണൂരിലെ പാർട്ടി എടുത്തത്.